ഹലോ മക്കളെ, ശ്രുതി ടീച്ചറാണ്. അപ്പോൾ സ്കൂളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ടെന്ന് ടീച്ചർ വിചാരിക്കുകയാണ്. 4ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ കൂടുതലായിട്ട് മാറിയതായിട്ട് തോന്നിയത്? 3ാം ക്ലാസ്സിൽ നിന്നും പാഠപുസ്തകം മാറിയില്ലേ? പാഠപുസ്തകത്തിലെ ഓരോ കാര്യങ്ങളും വളരെ രസകരമായിട്ടാണ് നമ്മൾ നോക്കിക്കാണുന്നത്. കാരണം അതിലെ ചിത്രങ്ങളൊക്കെ എന്ത് രസമായിട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ? മണ്ണാങ്കട്ടയും കരിയിലയും എന്നാണ് നമ്മളെ ആദ്യത്തെ യൂണിറ്റിന്റെ പേര്. നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ? മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ. നമ്മൾ അതൊന്ന് പറഞ്ഞാലോ? ആദ്യത്തെ ഭാഗത്ത് തന്നെ യാത്രയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കഥ നമുക്ക് പാഠഭാഗത്തിൽ തന്നിട്ടില്ല. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയതാണ് അല്ലേ? അപ്പോൾ അവരെങ്ങനെയാണ് കാശിക്ക് പോയത്? ഒന്നിച്ചാണോ അല്ലെങ്കിൽ എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഒരിടത്ത് ഒരു മണ്ണാങ്കട്ടയും കരിയിലയും ഉണ്ടായിരുന്നു. ഒരു ദിവസം അവര് കണ്ടുമുട്ടുകയാണ്, അവർ ചങ്ങാതിമാരാവുകയാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അവർക്ക് പറയുന്ന കൂട്ടത്തിൽ ഒരു യാത്ര ചെയ്യാനും തോന്നുകയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ യാത്ര ചെയ്യുകയാണ്. അവരുടെ യാത്ര എങ്ങോട്ടാണെന്നറിയോ? കാശിയിലേക്കാണ് കേട്ടോ. മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ അവർക്ക് കഥകൾ പറയാനുണ്ട്, കാര്യങ്ങൾ പറയാനുണ്ട്, പല പല കാഴ്ചകളും കാണുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ അന്തരീക്ഷം, നമ്മുടെ ചുറ്റുപാടാകെ മാറി. എന്താ സംഭവിച്ചേ? ഒരു കാറ്റടിക്കുകയാണ്. കാറ്റടിച്ച സമയത്ത് എന്തായിട്ടുണ്ടാവും? കരിയില എന്നാണ് നമ്മൾ പറഞ്ഞല്ലേ. പിന്നെ മണ്ണ് കൊണ്ടുള്ള ഒരു കട്ടയും. അപ്പോൾ കാറ്റടിച്ച സമയത്ത് ഇല പാറിപ്പോകാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആകെ എന്തായി? നമ്മുടെ കരിയിലയ്ക്ക് ആകെ വിഷമായിട്ടുണ്ട്. അയ്യോ, താൻ ഇപ്പം ഇവിടെ നിന്ന് ഇല്ലാണ്ടായി പോവാണ് എന്ന് കരിയിലേക്ക് തോന്നുകയാണ്. അപ്പോൾ ഏറ്റവും അടുത്ത ചങ്ങാതിയാണ് നമ്മുടെ മണ്ണാങ്കട്ട. മണ്ണാങ്കട്ട ഓടിപ്പോവാണ്, നമ്മുടെ കരിയിലയുടെ മുകളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ കാറ്റിന് നമ്മുടെ കരിയിലയെ എങ്ങും കൊണ്ടുപോകാൻ പറ്റില്ല. മണ്ണാങ്കട്ട മുകളിൽ കയറിയിരുന്നു. അങ്ങനെ കാറ്റൊക്കെ പോയി. പിന്നെയും അവർ യാത്ര തുടരുകയാണ്. അങ്ങനെ യാത്ര തുടരുന്ന സമയത്ത് കുറച്ച് ദൂരം യാത്ര ചെയ്ത സമയത്ത് എന്താണ്, പെട്ടെന്നാണ് കാറും കോളും എല്ലാം കൊണ്ട് ഒരു മഴ പെയ്യുകയാണ് കേട്ടോ. അപ്പൊ മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് കരിയിലേക്ക് മഴയായാലും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ മണ്ണ് കൊണ്ടുള്ള കട്ട എന്താണ്, അതിങ്ങനെ മഴയെ തലിയാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടപ്പോ മണ്ണാങ്കട്ടയ്ക്ക് എന്തായി? വിഷമായി, കരിയിലേക്കും വിഷമായി. അപ്പൊ നമ്മുടെ കരിയില മണ്ണാങ്കട്ടയുടെ മുകളില് ഒരു കവചമായിട്ട് ഇങ്ങനെ കയറിയിരിക്കാൻ തുടങ്ങി. അപ്പൊ ആ സമയത്ത് എന്താണ്, മഴയൊന്നും ഏൽക്കാതെ മണ്ണാങ്കട്ട സുരക്ഷിതയായി. അപ്പോൾ അവരെന്ത് ചെയ്തു? നല്ല കൂട്ടുകാരാണെന്ന് നമുക്ക് മനസ്സിലായി. രണ്ടുപേരും കൂടെ ഒന്നിച്ച് യാത്ര തുടരുകയാണ്. പക്ഷേ ഇതിനിടയിൽ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ തേടി കണ്ടുപിടിക്കണം. പിന്നെയാണ് ഇവർ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് മഴയും കാറ്റും എല്ലാം ഒന്നിച്ചങ്ങോട്ട് വന്നു. മഴയും കാറ്റും കൂടെ വന്ന സമയത്ത് ആർക്കും ആരെയും സഹായിക്കാൻ പറ്റിയില്ല. മണ്ണാങ്കട്ട മഴയില് അങ്ങ് ഇല്ലാണ്ടായി പോവാണ്. കരിയില കാറ്റില് പറന്നും പോവുകയാണ്. അതാണ് മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയ കഥ. അപ്പോൾ ഈ കഥയില് നമ്മുടെ മണ്ണാങ്കട്ടയും കരിയിലയും കാശിക്ക് പോയിട്ടില്ല. പക്ഷേ ഈ കഥയുടെ പല വേർഷൻസും നമുക്ക് പലയിടങ്ങളിലായിട്ട് കിട്ടാനുണ്ട്. വേണമെങ്കിൽ ബാക്കി നിങ്ങൾക്ക് സങ്കല്പിച്ചും എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ഇതാണ്. ഇതില് സാങ്കല്പിക കഥകളുള്ള ഒരു യൂണിറ്റാണ് നമുക്കുള്ളത്. ഒരുപാട് കഥകളും കവിതകളും ഒക്കെ സാങ്കല്പിക ലോകത്തിലൂടെ നമ്മളെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ മറ്റൊരു ഭാഗവുമായിട്ട് ടീച്ചർ വരാം. അതിന് മുൻപായിട്ട് നമ്മുടെ പ്രാണ ബാച്ചിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ജോയിൻ ചെയ്യണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ.